നമസ്കാരം. തൽക്കാലത്തേക്ക് ഒരു രാഷ്ട്രീയ വിടവാങ്ങലിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. അങ്ങനെ സംസ്ഥാന ഭാരവാഹികൾ സതീശനെതിരെ സമാന്തര പ്രവർത്തനം നടത്തുന്നു എന്ന പേരിൽ വിമർശനം അഴിച്ചുവിട്ടിരിക്കുകയാണ്. സമാന്തരമായി DCCകൾക്ക് സർക്കുലർ അയച്ചുകൊണ്ട് KPCC ഭരണം പിടിച്ചെടുക്കാൻ നോക്കിയതാണ്. ഹൈക്കമാൻഡ് പറഞ്ഞത് മിഷൻ 2025 ഏറ്റെടുത്ത് നടത്തൂ എന്നാണ്. പക്ഷേ സതീശൻ ഏറ്റെടുക്കാൻ ശ്രമിച്ചത് KPCCയുടെ ഭരണവും. സതീശനെ മിഷൻ 2025 ചൊല്ലി സുധാകരൻ വെട്ടിലായി. അതറിഞ്ഞ സതീശൻ എല്ലാത്തിൽ നിന്നും ഒഴിവാകുകയാണ്. പതിവ് പോലെ ഇതൊക്കെ കണ്ട് കോൺഗ്രസിൽ കടുത്ത ഭിന്നതയാണ് പുറത്തുനിന്ന് നോക്കുന്ന സംസ്ഥാന നേതാക്കൾക്ക്. ഹൈക്കമാൻഡിനോട് സതീശൻ പ്രതിഷേധിച്ചപ്പോൾ KC വേണുഗോപാലിനോട് സംസാരിക്കാനാണ് പറഞ്ഞയച്ചത്. ഡൽഹിയിലുള്ള സുധാകരൻ അവിടെയും സതീശനെ തേച്ചു. സുധാകരന്റെ ആളായ വേണുഗോപാലിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന സതീശൻ ഒടുവിൽ തീരുമാനിച്ചത് K മുരളീധരനെ പോലെ രാഷ്ട്രീയ ഗ്യാപ്പ് എടുക്കാമെന്നാണ്. സതീശനെതിരെ K മുരളീധരൻ പോലും ശബ്ദമുയർത്തിയതാണ് സതീശനെ വേദനിപ്പിച്ചത്. അങ്ങനെ സുധാകരനെ തള്ളി താഴെയിടാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്ന സതീശൻ മിഷൻ 2025 ചിലതൊക്കെ പിടിച്ചെടുക്കുമെന്ന് കരുതി. ഒടുവിൽ ആ മിഷൻ തന്നെ വേണ്ടെന്ന് വെക്കാൻ സുധാകരൻ തീരുമാനമെടുത്തതോടെ ഇനി നിയമസഭ ചേരുമ്പോൾ മാത്രമേ പാർട്ടിക്ക് സതീശന്റെ ആവശ്യമുള്ളൂ എന്ന അവസ്ഥയായി. അവിടെയാകുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഒരു കസേരയെങ്കിലും ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025 പേരിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം തന്നെയാണ്. വിശാലമായ ക്യാമ്പയിനു ശേഷം വയനാട് ചുരമിറങ്ങിയതോടെ അടി തുടങ്ങി. പാർട്ടി ജനറൽ സെക്രട്ടറിമാരിലേക്കും വ്യാപിച്ചു. അതോടെ അവരുടെ വിമർശനങ്ങളിൽ വി.ഡി. സതീശൻ തകർന്നുപോയി. തന്റെ കടുത്ത അതൃപ്തി അറിയിച്ചു. ഹൈക്കമാൻഡ് ഇടപെടൽ ഇല്ലാതെ ഇനി മിഷൻ 2025 ചുമതല ഏറ്റെടുക്കില്ലെന്നാണ് വി.ഡി. സതീശൻ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. മിഷൻ ചുമതലയെക്കുറിച്ച് ഇറക്കിയ സർക്കുലറിന്റെ പേരിലുണ്ടായ വിമർശനങ്ങളിൽ സതീശൻ AICCയെ പ്രതിഷേധം അറിയിച്ചു. വയനാട്ടിൽ ചേർന്ന ലീഡേഴ്സ് മീറ്റിൽ AICC നിർദ്ദേശപ്രകാരം മിഷൻ ചുമതല ഏറ്റെടുത്തിട്ടും KPCC അധ്യക്ഷനടക്കം വിമർശിച്ചതിനാലാണ് സതീശൻ അതൃപ്തിയുണ്ടായത്. എന്നാൽ എതിർവിഭാഗം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമാണെന്നായിരുന്നു. വയനാട്ടിൽ ക്യാമ്പയിന്റെ അന്തസത്ത പ്രതിപക്ഷ നേതാവ് തന്നെ കളഞ്ഞുകുളിച്ചു. പരിഭവങ്ങൾ മറന്ന് എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് പ്രസംഗിച്ചയാൾ തന്നെ അതിനെ തുടക്കം വെച്ചു. KPCCയുടെ പ്രവർത്തനങ്ങളിൽ ഏകപക്ഷീയമായ മേൽക്കൈ നേടാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്നും നേതാക്കൾ വിമർശിച്ചു. സുധാകരന് മേൽ നിൽക്കാൻ സതീശൻ കണ്ട വഴി പക്ഷെ അടഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇനി കുറച്ചു കാലത്തേക്ക് ഒന്നിലും ഇടപെടേണ്ട എന്ന തീരുമാനമെടുക്കാൻ സതീശൻ ഒരുങ്ങിയത്.